ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമുക്ക് ബിഗിൻ ചെയ്യാം. ആരെങ്കിലും റിമൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് റിമൈൻഡ് ചെയ്യാം കേട്ടോ. എനിവേ ലെറ്റ്സ് ബിഗിൻ. ജസ്റ്റ് ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദിയ. ഗുഡ് മോർണിംഗ് നൂറ. ഓക്കെ, ആർ യു ഗൈസ് റെഡി ഫോർ ദ സെഷൻ? മെഡിറ്റേഷന് റെഡി ആണോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ഓൾറെഡി ഡേ 18 അല്ലെ? നമ്മള് 18ാമത്തെ ദിവസമാണ്. സോ ആർ യു ഗൈസ് എക്സൈറ്റഡ്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും, ഫസ്റ്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു, പക്ഷെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ട്രൂലി അതില് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ട്രൂലി അതിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ലാസ്റ്റിലേക്ക് എത്തിയപ്പോ ഒക്കെ ജോയിൻ ചെയ്യുന്നത്, അല്ലെ? അപ്പം ദാറ്റ് ഈസ് കോൾഡ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഐ വിൽ ഡീൽ വിത്ത് ഇറ്റ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പൊ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾ എപ്പോഴും ബിലീവ് ചെയ്യുക. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഏത് കാര്യമാണെങ്കിലും, ഈവൻ നിങ്ങൾ പഠനമാണെങ്കിലും, ഇത് ഞാൻ എന്തിനു ചെയ്യുന്നു, അതിന്റെ ഒരു ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഓൾസോ ഇതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താല്പര്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ആ ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എലമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസി ആണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഒരു തവണ ചെയ്താൽ മേ ബി നമുക്ക് റിസൾട്ട് ഉണ്ടാകണം എന്നില്ല. പക്ഷെ നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാലത്തേക്ക് ചെയ്യുമ്പോൾ, ഞാൻ ഹാബിറ്റ്സിന്റെ കാര്യം പറഞ്ഞു തന്നതുപോലെ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു സംഭവമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ബ്യൂട്ടിഫുൾ റിസൾട്ട്. ഓക്കെ, സോ മെഡിറ്റേഷന് റെഡി ആണെങ്കിൽ ജസ്റ്റ് റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക കേട്ടോ. ആർ യു ഗൈസ് റെഡി ഫോർ ദ മെഡിറ്റേഷൻ? ചാറ്റ് ബോക്സിൽ കാണുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? മെഡിറ്റേഷന് റെഡി ആണോ? ഹലോ, ആം ഐ ഓഡിബിൾ? സോറി, റെസ്പോൺസ് വരാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ?
Anyway, let's get into the meditation. വളരെ ശാന്തമായ ഒരവസ്ഥയിലിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ ആം പ്രിപ്പയറിംഗ് മൈ സെൽഫ് ഫോർ ദ മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേഷന് വേണ്ടി എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. പതിയെ നിങ്ങൾ എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുപോവുക. ശ്വാസത്തിനെ ഒന്ന് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, breathe in, breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ റിലാക്സ്ഡ് ആക്കാം. ഓരോ ശരീരഭാഗത്തിനെയും ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഹിപ്സ്, ശരീരത്തിൻ്റെ പുറം ഭാഗം, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. Take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. Just take a deep breath in. Breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള സമ്മർദ്ദം, ഭയം, ആശങ്ക ഇതെല്ലാം ഒഴുകിപ്പോകുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകുന്നതായി ഫീൽ ചെയ്യാം. Just take a deep breath in. Hold on and breathe out.
നൗ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈ സെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈ സെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ശാന്തമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എൻ്റെ വിജയത്തിന് ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പരീക്ഷകളെയും വളരെയധികം ഉന്മേഷത്തോടെ ഞാൻ നേരിടുന്നു. ഞാൻ പൂർണ്ണ വിജയത്തിനായി നേരായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ എല്ലാ പരീക്ഷകളെയും പൂർണ്ണമായ ആവേശത്തോടെ നേരിടാൻ എനിക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിനോട് തന്നെ പറയാം, ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാം. ഓരോ ശ്വാസവും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നുണ്ട്. ഓരോ ശ്വാസം നിങ്ങൾ എടുത്തു വിടുമ്പോഴും അത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ പരീക്ഷയെയും ആവേശത്തോടെ, കൂടുതൽ ഉന്മേഷത്തോടെ, ആത്മവിശ്വാസത്തോടെ നേരിടുന്നത് മനസ്സിൽ കാണാം. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ഓരോ പരീക്ഷയെയും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ, ഉന്മേഷത്തോടെ എഴുതുന്നതായി വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു മൊമെന്റിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളെടുക്കുന്ന പരിശ്രമങ്ങളും നിങ്ങൾ പഠനത്തിനായി ഉപയോഗിക്കുന്ന സമയവും നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട്. പൂർണ്ണമായ വിജയം നേടിയെടുക്കുക എന്നത്
നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങൾക്കുള്ളിലുള്ള കഴിവുകളും ആത്മവിശ്വാസവും നിങ്ങളെ അതിന് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, എനിക്ക് വിജയം സാധ്യമാണ്. ജസ്റ്റ് ഫീൽ ദാറ്റ് എനിക്ക് വിജയം സാധ്യമാണ്. എൻ്റെ എല്ലാ ഊർജത്തിനെയും എൻ്റെ പഠനത്തിലേക്ക്, എൻ്റെ വിജയത്തിലേക്ക് ഞാൻ നൽകുന്നുണ്ട്. ഓരോ പരീക്ഷയിലും നിങ്ങൾ വിജയിച്ചതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സന്തോഷത്തിനെ, ആവേശത്തിനെ ഫീൽ ചെയ്യാം. വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചതിന് നിങ്ങൾക്ക് തന്നെ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. I thank myself for leading me to success. എന്നെ വിജയത്തിലേക്ക് നയിച്ച എന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. I thank my Creator for giving me the success. എനിക്ക് വിജയം നൽകിയ, സാധ്യമാക്കിയ എൻ്റെ ക്രിയേറ്ററിനോട്, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അവസരം എനിക്കായി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. I thank my Creator for this opportunity. വളരെ ശാന്തമായ, വിശാലമായ മനസ്സോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഉന്മേഷത്തോടെ, ആവേശത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. കൂടുതൽ വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാം. പതിയെ ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. Slowly open your eyes and come back.
Okay, I hope you guys are back. തിരിച്ചെത്തിയോ? സോ തിരിച്ചെത്തി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ് ഫാത്തിമ. എനിവേ, ഹോപ്പ് ദിസ് മെഡിറ്റേഷൻ വാസ് ഹെൽപ്ഫുൾ. ഇപ്പൊ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മോഡൽ എക്സാംസ് ഇപ്പൊ 10th മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എനിക്ക് എഗെയിൻ പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ടൈമിൽ കിട്ടുന്ന കാംനെസ്സും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡു നോട്ട് ലൂസ് ഹോപ്പ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഹോപ്പ് കൈവിടാതിരിക്കുക. എപ്പോഴും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഹോൾഡ് ഓൺ ചെയ്യുക. പ്ലസ് നിങ്ങൾ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. സ്റ്റഡീസിന്റെ കാര്യത്തിലാണെങ്കിലും പഠിക്കുന്നത് കാര്യത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റി കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എക്സാം ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ. സീ യു ടുമോറോ.